നമസ്കാരം. 2026 ജൂലൈ മാസത്തെ ചിങ്ങക്കൂറുകാരുടെ പൊതുഫലത്തെ പറ്റിയാണ് പറയുന്നത്. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം, പൂരം, ഉത്രം, ആദ്യത്തെ പാദം അടങ്ങിയ നക്ഷത്രക്കാരുടെ ജൂലൈ മാസത്തെ ചാരഫലത്തെ പറ്റിയാണ് പറയുന്നത്. തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ വളരെയധികം ഗുണം ഉള്ള ഒരു മാസമാണ് ജൂലൈ മാസം. അംഗീകാരവും കീർത്തിയും എല്ലാം ഈ മാസം ഇവർക്ക് ലഭിക്കാവുന്നതാണ്. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാവുന്നതാണ്. ജോലി സ്ഥിരതയും ഉണ്ടാവുന്നതാണ്. ജോലിയിൽ ഉത്തരവാദിത്വം കൂടുമെങ്കിലും ധനവരവും പദവിയും ഒക്കെ നേടുവാൻ കഴിയുന്നതാണ്. എടുത്തുചാട്ടവും ദേഷ്യവും ഒഴിവാക്കേണ്ട സമയം കൂടിയാണ്. ബിസിനസ് പരമായിട്ടും വളരെയധികം നേട്ടവും ലാഭവും ഉണ്ടാവുന്ന മാസമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ഗുണമുണ്ടാവുമെങ്കിലും പണമിടപാടുകളിലും മറ്റും അതീവ ശ്രദ്ധ ആവശ്യമാണ്. പകുതിക്ക് ശേഷം, അതായത് ജൂലൈ മാസം പകുതിക്ക് ശേഷം അത്ര ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ രേഖകളും മറ്റും തയ്യാറാക്കുമ്പോൾ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. ധനപരമായി നോക്കുകയാണെങ്കിൽ വ്യാഴം 12-ൽ ആയതുകൊണ്ട് ധനവരവ് ഉണ്ടാവുമെങ്കിലും അതിനനുസരിച്ച് ചിലവും വർദ്ധിക്കുന്ന സമയമാണ്. പല രീതിയിലുള്ള അപ്രതീക്ഷിതമായ ചിലവ് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അത് ശുഭകാര്യങ്ങൾക്കായിട്ടാവാൻ ചിലപ്പോൾ ചിലവ് ഉണ്ടാകുന്നത്. വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങുവാനോ വിവാഹാവശ്യത്തിനോ ചിലവ് ഉണ്ടാകുവാൻ സാധ്യതയുള്ള മാസമാണ്. വായ്പക്ക് അപേക്ഷിച്ചവർക്ക് വായ്പ കിട്ടുവാനും കിട്ടില്ലെന്ന് വിചാരിച്ച പണം തിരിച്ചു കിട്ടുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു മാസമല്ല. വിദ്യാർത്ഥികൾക്ക് സമ്മിശ്രമായ ഫലമാണ്. അലസതയും മടിയും പഠനകാര്യത്തിൽ കഠിനാധ്വാനവും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കുവാനും പഠനത്തിൽ മികവ് തെളിയിക്കാനും ഒക്കെ അവർക്ക് ഈ അലസതയും മറവിയും മാറ്റിവെച്ചാൽ കഴിയുന്നതാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത്ര ഗുണകരമല്ല. ഒരു മാസത്തിന് ശേഷം അവർക്ക് ഗുണകരമായ സാധ്യത തെളിയുന്നതാണ്. ക്രയവിക്രയ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടന്നു കിട്ടുന്നതാണ്. ആരോഗ്യം അത്ര ഗുണകരമല്ല. ചെറിയ ചെറിയ അസുഖങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അസുഖങ്ങൾ വരുമ്പോൾ തന്നെ ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. യാത്രാ ഗുണം കാണുന്നുണ്ടെങ്കിലും ദീർഘദൂര യാത്രയിൽ അതീവ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ സമ്മിശ്രമായ ഫലമാണ് ഉണ്ടാവുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും ഈ മാസത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകേണ്ടതും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. വാക്തർക്കം ഇല്ലാതെ സൂക്ഷിക്കേണ്ടതാണ്. പ്രണയിനികൾക്ക് ഗുണകരമായ ഒരു മാസമാണ് എങ്കിലും തർക്കങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതീവ ശ്രദ്ധയോടുകൂടി മാത്രമേ സംസാരിക്കുവാൻ പാടുള്ളൂ. കേതുവിൻ്റെയും ശനിയുടെയും സ്ഥിതി അത്ര ശുഭകരമല്ല. എങ്കിലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ, വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് പല ദോഷങ്ങളും അകന്നു കിട്ടുന്നതാണ്. എങ്കിലും ഈ മാസം ഉണ്ടായേക്കാവുന്ന ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടിക്കിട്ടുന്നതിനുമായി ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതും ശാസ്താക്ഷേത്ര ദർശനം നടത്തേണ്ടതും ആവശ്യമാണ്. കൂടാതെ ഗണപതി പ്രീതി വരുത്തേണ്ടതും ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും.